നമസ്തേ, രാധേ കൃഷ്ണ. ഇന്ന് ഞാനിവിടെ പറയാൻ പോകുന്നത്, നമ്മൾ പലപ്പോഴും പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾക്ക് അറിയാണ്ട് ഇങ്ങനെ കണ്ണിനിങ്ങനെ വെള്ളം വരില്ലേ, നമ്മളിങ്ങനെ കരഞ്ഞു പോകും. അതെന്തുകൊണ്ടാണ് എന്നതിനെ കുറിച്ചിട്ടാണ് ഞാനിന്നിവിടെ പറയാൻ പോകുന്നത്. നമ്മൾക്ക് പലപ്പോഴും പ്രാർത്ഥിക്കുന്ന സമയത്ത് നമ്മൾക്ക് തന്നെ അറിയില്ല, നമ്മൾപ്പോഴും അറിയാണ്ട് കണ്ണിനിങ്ങനെ വെള്ളം ഇങ്ങനെ വരും, കരഞ്ഞു പോകും നമ്മൾ. അതെന്തുകൊണ്ടാണെന്നറിയോ? നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് നമ്മുടെ ദൈവത്തിനായിട്ട് നമ്മൾ ബന്ധപ്പെടുമ്പോഴാണ് നമ്മൾക്ക് ആ ഒരു കരച്ചിലുണ്ടാവുന്നത്. കാരണം നമ്മൾ മനുഷ്യരുടെ ലക്ഷ്യം എന്താണ്? നമ്മൾ ജീവാത്മാക്കളുടെ ലക്ഷ്യം എന്താണ്? ആ പരമാത്മാവിൽ ചേരുക എന്നതാണ് നമ്മുടെ ലക്ഷ്യം. നമ്മളിങ്ങനെ പ്രാർത്ഥിക്കുന്ന സമയത്ത് നമ്മളുടെ ദൈവത്തിനായിട്ട് കൂടുതൽ അടുക്കുമ്പോൾ നമ്മളുടെ ഈ ജീവാത്മാവ് ആ പരമാത്മാവിനായിട്ട് ബന്ധം ഉണ്ടാവുമ്പോഴാണ് നമ്മൾ പോലും അറിയാണ്ട് നമ്മളുടെ കണ്ണിൽ നിന്നിങ്ങനെ വെള്ളം ഇങ്ങനെ വരുന്നത്, നമ്മളിങ്ങനെ കരഞ്ഞു പോകുന്നത്. കാരണം നമ്മളുടെ ആത്മാവിന് വേണ്ടത്, നമ്മളുടെ ജീവാത്മാവിന് വേണ്ടത് എന്താണോ അത് കിട്ടിക്കഴിഞ്ഞിരിക്കുന്നു. നമ്മളുടെ ശരീരത്തിനല്ലേ നമ്മൾ ഇവിടെ അത് പണം വേണം, വീട് വേണം, നല്ല ജോലി വേണം എന്നുള്ളതൊക്കെ, എല്ലാം അങ്ങനെയുള്ള ഭൗതിക ആവശ്യങ്ങളൊക്കെ നമ്മളുടെ ശരീരത്തിനല്ലേ വേണ്ടത്, നമ്മളുടെ ആത്മാവിനല്ലല്ലോ. നമ്മളുടെ ആത്മാവിന് എന്താ വേണ്ടത്? ആ പരമാത്മാവിനായിട്ട് ചേരുക എന്നുള്ളത്. നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് അത് സംഭവിക്കുമ്പോഴാണ് നമ്മൾക്ക് കരച്ചിൽ വരുന്നത്. ആ കരച്ചിൽ എന്ന് പറയുന്നത് നമ്മുടെ ആത്മാവിൻ്റെ കരച്ചിലാണത്. ആ ഒരു സന്തോഷമാണത്, സന്തോഷം കൊണ്ടുണ്ടാവുന്ന ഒരു കരച്ചിലാണത്. അതുകൊണ്ടാണ് നമ്മൾ അമ്പലങ്ങളിൽ പോകുമ്പോഴൊക്കെ നമ്മളിപ്പോൾ കുറേ ആഗ്രഹിച്ചിട്ടായിരിക്കും നമ്മൾ ചിലപ്പോൾ അമ്പലത്തിൽ പോകുന്നുണ്ടാവുക. അപ്പോൾ നമ്മളുടെ ആ ആത്മാവ് ഇങ്ങനെ കൊതിച്ചിരിക്കുകയാണ് ആ ഒരു ദൈവത്തിനെ കാണാൻ വേണ്ടിയിട്ട്. അപ്പോഴാണ് നമ്മൾ ആ അമ്പലത്തിലോട്ട് എത്തുന്നത്. അപ്പോൾ ആ ആത്മാവും ആ പരമാത്മാവും തമ്മിൽ ഇങ്ങനെ രണ്ടുപേരും വിചാരിച്ചിരിക്കുകയായിരുന്നു, കാണണമെന്ന്. നമ്മൾ ആഗ്രഹിക്കുമ്പോഴല്ല നമ്മൾ ഒരു അമ്പലത്തിലും എത്തുന്നത്, അവിടെയുള്ള ആ മൂർത്തി ആഗ്രഹിക്കുമ്പോഴാണ് നമ്മൾ ആ അമ്പലത്തിലോട്ട് നമ്മളെ ആകർഷിക്കുന്നത്. ഇപ്പോൾ ഗുരുവായൂർ അമ്പലത്തിൽ പലർക്കും പോകണമെന്ന് ആഗ്രഹം ഉണ്ടാവും, പക്ഷെ എത്തിപ്പെടാൻ പറ്റിയെന്ന് വരില്ല. കാരണം എന്താ? ഗുരുവായൂരപ്പം വിളിച്ചിട്ടില്ല. ഗുരുവായൂരപ്പം എപ്പോഴാണ് വിളിക്കണത്? ആ സമയത്തായിരിക്കും നമ്മൾക്ക് അവിടെ എത്താൻ പറ്റുക. എന്ന് വെച്ചാൽ ഏത് അമ്പലത്തിലായാലും അവിടുത്തെ മൂർത്തി വിളിച്ചാൽ മാത്രമേ നമ്മൾക്ക് അവിടെ എത്താൻ പറ്റുള്ളൂ, അല്ലാണ്ട് നമ്മൾ എത്ര ശ്രമിച്ചിട്ടും കാര്യമില്ല. അപ്പോൾ ആ മൂർത്തി ഇങ്ങനെ ആഗ്രഹിച്ചിരിക്കുകയാണ് നമ്മളെ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളുടെ മനസ്സിലും ഒരാഗ്രഹം വരും, ആ അമ്പലത്തിലോട്ടൊന്ന് പോയാലോ എന്ന്. എന്ന് വെച്ചാൽ നമ്മളുടെ ആത്മാവും കൊതിച്ചിരിക്കുകയാണ് കാണണം എന്ന്. ആ മൂർത്തി, ആ പരമാത്മാവും കൊതിച്ചിരിക്കുകയാണ് നമ്മളെ കാണണം എന്ന്. അപ്പോൾ നമ്മൾ കണ്ടുമുട്ടുമ്പോഴാണ് ആ പരമാത്മാവും നമ്മുടെ ഈ ആത്മാവും കൂടിയിട്ട് കണ്ടുമുട്ടുന്ന സമയത്താണ് നമ്മളുടെ ആത്മാവ് കരയണതാണ് നമ്മളുടെ കണ്ണിൽ നിന്ന് വെള്ളമായിട്ട് ഇങ്ങനെ കണ്ണീരായിട്ട് ഇങ്ങനെ വരുന്നത്. അതുകൊണ്ടാണ് അമ്പലത്തിൽ പോകുമ്പോഴൊക്കെ പലർക്കും അവിടെ എത്തിപ്പെട്ടിട്ട് ആ നട കൊണ്ട് തുറന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ മൂർത്തിനെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്നായിട്ട് കരഞ്ഞു പോകും. അതൊക്കെ ഇത് കാരണം കൊണ്ടാണ്. അവിടെ നമ്മൾക്കൊരു പ്രസക്തിയില്ല, നമ്മുടെ ശരീരത്തിനൊരു പ്രസക്തിയില്ല, നമ്മുടെ ആത്മാവിനാണ് അവിടെ പ്രസക്തി വരുന്നത്. ആത്മാവിൻ്റെ ആ ഒരു സന്തോഷമാണ് നമ്മളുടെ കണ്ണിൽ നിന്ന് ഇങ്ങനെ വെള്ളമായിട്ട് ഇങ്ങനെ വരുന്നത്. നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് നമ്മളിങ്ങനെ കരഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മൾ ദൈവത്തിനായിട്ട് കണക്റ്റായി കഴിഞ്ഞു എന്നാണ് അർത്ഥം. ദൈവം നമ്മളായിട്ട് നമ്മളുടെ ആ വിളി കേട്ട് കഴിഞ്ഞു, നമ്മൾ ഈ പ്രാർത്ഥിക്കുന്നത് കണ്ടു കഴിഞ്ഞിരിക്കുന്നു. കണ്ണൻ അല്ലെങ്കിൽ വേറെ ഏതാ ദൈവത്തിനെ വിളിക്കണമെങ്കിൽ ആ ദൈവം നമ്മളായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. ഇനി നമ്മൾ ആ ദൈവത്തിൻ്റെ ആ മൂർത്തിൻ്റെ ആശ്രയത്തിലാണ്. നമ്മൾ പൂർണ്ണമായിട്ട് ശരണം പ്രാപിക്കുന്ന സമയത്താണ് നമ്മൾക്ക് അങ്ങനെയല്ല ആ ഒരു കരച്ചിലൊക്കെ വരിക. പൂർണ്ണമായിട്ട് നമ്മൾ ഒന്നുമല്ല, നീയേ ഉള്ളൂ എനിക്ക് എന്ന് വിചാരിച്ചിട്ട് നമ്മൾ കണ്ണിൻ്റെ കാൽക്കൽ ശരണം പ്രാപിക്കുമ്പോൾ, അല്ലെങ്കിൽ കണ്ണിൻ്റെ കാൽക്കൽ നമ്മളെ തന്നെ സമർപ്പിക്കുമ്പോൾ, ആ സമയത്താണ് നമ്മൾക്ക് കരച്ചിൽ വരിക. എന്ന് വെച്ചാൽ ഞാൻ ശരണം പ്രാപിച്ചിരിക്കുന്നു, ഇനി ഞാൻ നിൻ്റെയാണ് എന്ന് വിചാരിച്ചിട്ട് നമ്മളുടെ ആത്മാവ് ആ പരമാത്മാവിനായിട്ട് കണക്റ്റ് ആവുകയാണ് ചെയ്യുന്നത്. അപ്പോഴാണ് നമ്മൾ കരയുന്നത്. പ്രാർത്ഥിക്കുമ്പോഴൊക്കെ ആ ബന്ധം വരുന്ന സമയത്താണ് നമ്മൾ കരഞ്ഞു പോകുന്നത്. അപ്പോൾ പിന്നെ ഒരു കാര്യം ഉറപ്പിച്ചോളൂ, കണ്ണൻ നമ്മളെ കണ്ടു കഴിഞ്ഞിരിക്കുന്നു, നമ്മുടെ പ്രാർത്ഥന കേട്ട് കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ടല്ലേ നമ്മളായിട്ട് ആ ഒരു ബന്ധം എന്ന് വന്നത്. അതുകൊണ്ട് ഇനി നമ്മുടെ ജീവിതം ആ കണ്ണിൻ്റെ കാൽക്കിലാണ്, നമ്മളുടെ ജീവിതം ആ കണ്ണിൻ്റെ കൈകളിലാണ്. മൂപ്പര് നോക്കിക്കോളും ഇനി എന്താണ് വേണ്ടത്, എന്താണ് വേണ്ടാത്തത് എന്നുള്ളതും. നമ്മളുടെ കർമ്മങ്ങളുടെ ഫലം നമ്മൾ എങ്ങനെ തീർക്കണം,
എത്രത്തോളം ആഴത്തിൽ തീർക്കണം, എത്രത്തോളം തട്ടിക്കളയാൻ പറ്റും അതൊക്കെ തട്ടിക്കളഞ്ഞ് എല്ലാ കാര്യങ്ങളും മൂപ്പര് എന്താ പറയുക, മൂപ്പര് തന്നെ എല്ലാ ലിസ്റ്റുകളും ഉണ്ടാക്കി കഴിഞ്ഞിട്ട് നമ്മളെ നല്ല രീതിയിലോട്ട് മൂപ്പര് തന്നെ കൊണ്ടുപോയിക്കോളും. തട്ടിക്കളയാൻ പറ്റുന്നതൊക്കെ മൂപ്പര് തന്നെ തട്ടിക്കളഞ്ഞോളും. ചെറിയ രീതിയിലാക്കാൻ പറ്റുന്നത് ചെറിയ രീതിയിലാക്കി തരും. കാരണം എന്താ, നമ്മൾ ശരണം പ്രാപിച്ചിരിക്കുന്നത് ആരെയാണ്? അപ്പോൾ ആ പരമാത്മാവിനല്ലേ. മൂപ്പരെ കൊണ്ട് പറ്റാത്ത എന്താ ഉള്ളത് എന്ന് വെച്ചിട്ട് എല്ലാ കർമ്മങ്ങളിൽ നിന്നും നമ്മൾ രക്ഷപ്പെടും എന്നില്ല കേട്ടോ. നമ്മൾ മോശമായിട്ട് ചെയ്തില്ല പലതും നമ്മൾ അനുഭവിക്കേണ്ടത് നമ്മൾ അനുഭവിച്ചേ പറ്റൂ. പക്ഷെ അത് ലഘൂകരിക്കാൻ നമ്മളുടെ കണ്ണിനെ കൊണ്ട് പറ്റും. അപ്പോൾ ആ ഒരു കാര്യം നമുക്ക് ഉറപ്പിക്കാം. നമ്മൾ ആ ഒരു ബന്ധം വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ആ പരമാത്മാവിനായിട്ട് നമ്മൾക്ക് കണക്റ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ പിന്നെ എല്ലാ കാര്യങ്ങളും മൂപ്പര് നോക്കി. പിന്നെ നമ്മൾ നോക്കേണ്ട വേറെ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇങ്ങനത്തെ ഒരു ബന്ധം നമ്മൾക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിൽ മാറ്റേണ്ടതായ പല മോശമായ സ്വഭാവങ്ങളും നമ്മൾ മാറ്റുക. കാരണം നമ്മൾ കണ്ണൻ്റെ ആയി കഴിഞ്ഞിട്ട് നമ്മൾ ഒരിക്കലും മോശമായ കാര്യങ്ങൾ ചെയ്യരുത്. ബാക്കിയുള്ളവരോട് മോശമായി സംസാരിക്കുക, മോശമായിട്ട് പെരുമാറുക, നമ്മൾ ബാക്കിയുള്ളവരെ സഹായിക്കാണ്ടിരിക്കുക, ഇതൊന്നും നമ്മൾ ചെയ്യരുത്. കണ്ണൻ്റെ ഭക്തരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ഭയങ്കര ദാനശീലരായിരിക്കണം, ഭയങ്കര സ്നേഹമായിരിക്കണം. കണ്ണൻ എങ്ങനെയായിരുന്നു അതേപോലെ തന്നെ, കണ്ണൻ്റെ സ്വഭാവം എന്താണോ അതുപോലെ തന്നെയായിരിക്കണം കണ്ണൻ്റെ ഭക്തരുടെ സ്വഭാവം. നല്ല ദാനശീലരായിരിക്കണം, നല്ലോണം സ്നേഹിക്കണം, എല്ലാവരും ഒരേപോലെ കാണണം, മോശമായിട്ടൊന്നും പറയരുത്, മോശമായിട്ടൊന്നും ചെയ്യരുത്. ഇനിയെങ്കിലും നമ്മൾ ചെയ്തു, മുൻ ജന്മത്തിൽ ചെയ്തതും ഈ ജന്മത്തിൽ നമ്മൾ ചെയ്തു കഴിഞ്ഞു. ഇനി നമ്മൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല, നമ്മൾക്കത് തിരുത്താനൊന്നും പറ്റില്ല. സംഭവിച്ചതെല്ലാം നല്ലതിന്, സംഭവിക്കുന്നതും നല്ലത്, സംഭവിക്കാൻ പോകുന്നതും നല്ലതിന് എന്ന് കണ്ണൻ പറഞ്ഞതുപോലെ തന്നെ നടന്നതെല്ലാം നടന്നു കഴിഞ്ഞു. നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നമുക്ക് പോയിട്ട് തിരുത്താൻ പറ്റുമോ? ഇല്ല, നടന്നത് നടന്നു കഴിഞ്ഞു. ഇനിയെങ്കിലും നമ്മൾ നല്ല രീതിയിൽ നടക്കുക, നല്ലത് മാത്രം ചെയ്യുക, നമ്മൾക്ക് പറ്റുന്ന സഹായങ്ങൾ നമ്മൾ ബാക്കിയുള്ളവർക്ക് ചെയ്യുക. കാരണം എന്താ, കണ്ണനായിട്ട് ആ ഒരു ബന്ധം വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ബന്ധം നമ്മൾ ഒരിക്കലും ഉപേക്ഷിക്കരുത്. ഈ മോശമായ സ്വഭാവങ്ങൾ ആവർത്തിച്ചിട്ടും ഈ മോശമായ കാര്യങ്ങൾ ചെയ്തിട്ടും നമ്മൾ ഒരിക്കലും കണ്ണനായിട്ടുള്ള ആ ഒരു വന്നിട്ടില്ല, നമ്മൾക്ക് ഇപ്പോൾ കിട്ടിയിട്ടില്ല ആ ഒരു ബന്ധം നമ്മൾ ഒരിക്കലും ഉപേക്ഷിക്കരുത്. ഉപേക്ഷിക്കാണ്ട് നമ്മൾ നല്ല രീതിയിൽ മുന്നോട്ട് പോകുക. അപ്പോൾ കണ്ണ് നമ്മളുടെ കൂടെ തന്നെ ഉണ്ടാവും. ഇല്ല, നമ്മൾ പണ്ടത്തെ പോലെ തന്നെ ആവുള്ളൂ, പണ്ട് ചെയ്തതുപോലെ തന്നെ ചെയ്യുള്ളൂ, ബാക്കിയുള്ളവരോട് പരദൂഷണം പറയുക, ബാക്കിയുള്ളവരെ കുറിച്ച് കുറ്റം പറയുക, ഇത് തന്നെയാണ് സംഭവിക്കുന്നതെങ്കിൽ ആ ബന്ധം ഒരിക്കലും ഉണ്ടാവില്ല. നമ്മൾ എപ്പോൾ ഈ മോശമായ സ്വഭാവം നിർത്തി കണ്ണിനായിട്ട് നല്ല കണ്ണിനിൽ പൂർണ്ണ ശരണം പ്രാപിച്ച് കണ്ണിനെ പ്രാർത്ഥിക്കണോ, അപ്പോൾ മാത്രമേ നമ്മൾക്ക് കണ്ണിനായിട്ട് ഇങ്ങനത്തെ ഒരു ബന്ധം ഉണ്ടാവുള്ളൂ. ഇല്ലാണ്ട് ചിലപ്പോൾ നമ്മൾക്ക് അറിയണത് വെറുതെ നമ്മളുടെ പ്രശ്നങ്ങൾ പറഞ്ഞിട്ടായിരിക്കും നമ്മൾക്ക് അറിയണുണ്ടാവുക. അത് വേറെ കരച്ചിൽ. അത് നമ്മൾക്ക് ഇത് കിട്ടിയില്ലല്ലോ, അത് കിട്ടിയില്ലല്ലോ, എനിക്ക് ഈ പ്രശ്നമാണല്ലോ എന്നുള്ള പരിഭവങ്ങൾ പറഞ്ഞിട്ടായിരിക്കും നമ്മൾ കരയുന്നുണ്ടാവുക കണ്ണിൻ്റെ മുമ്പിൽ. ആ കരച്ചിൽ വേറെ കരച്ചിൽ. അത് നമ്മളുടെ ഭൗതിക സുഖങ്ങൾക്ക് വേണ്ടി നമ്മൾക്ക് അറിയണത്. അത് നമ്മൾ കണ്ണിനോട് ഇങ്ങനെ എന്താ പറയുക, യാചിക്കുകയാണ്, തരൂ എന്ന് പറഞ്ഞിട്ട് യാചിക്കുന്നത്. അത് വേറെ കരച്ചിൽ. ആ കരച്ചിലും ഈ കരച്ചിലും തമ്മിൽ ഭയങ്കര വ്യത്യാസമുണ്ട്. ഈ കരച്ചിൽ എന്ന് പറയുന്നത് നമ്മൾ പൂർണ്ണമായിട്ട് ശരണം പ്രാപിച്ചു കഴിഞ്ഞു, നമ്മൾ മോശമായ നമ്മളുടെ പല സ്വഭാവങ്ങളും നമ്മളിൽ നിന്ന് അകറ്റി കഴിഞ്ഞു, നമ്മൾ അതിൽ നിന്നൊക്കെ മുക്തയായി കൊണ്ടിരിക്കുകയാണ്, നമ്മൾ പലതും ഉപേക്ഷിച്ചുകൊണ്ടിങ്ങനെ ഇരിക്കുകയാണ്. എന്നിട്ട് നമ്മൾ കണ്ണിൽ പൂർണ്ണ ശരണം പ്രാപിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ കണ്ണിനെ പ്രാർത്ഥിച്ച് കഴിയുമ്പോഴാണ് ഈ ഒരു കരച്ചിൽ നമ്മൾക്ക് ഉണ്ടാവുക. അപ്പോഴാണ് നമ്മൾക്ക് ഈ ഒരു ബന്ധം ഉണ്ടാവുക. അങ്ങനത്തെ ഒരു ബന്ധം വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും നമ്മൾ പണ്ടത്തെ പോലെ ആവാണ്ടിരിക്കാൻ നോക്കുക. കാരണം ആ ഒരു ബന്ധം എല്ലാവർക്കും കിട്ടുന്നതല്ല. കൃഷ്ണഭക്തി എന്ന് പറയുന്നത് എല്ലാ ആൾക്കാർക്കും കിട്ടുന്നതല്ല. കാരണം എന്താണെന്നറിയോ, കണ്ണനെ കൊണ്ട് നടക്കുക എന്ന് പറഞ്ഞാൽ അത്രയും ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. ഭയങ്കര കുറുമ്പന. കണ്ണമൂപ്പരെ കൊണ്ട് നടക്കുക എന്ന് പറഞ്ഞാൽ അത്ര എല്ലാവർക്കും പറ്റിയൊരു കാര്യമല്ല. കണ്ടിട്ടില്ലേ യശോദാമ്മ തന്നെ എത്ര കഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന്. മൂപ്പരെ ഓരോ കുറുമ്പൻ്റെ മുമ്പിൽ വടിയെടുത്ത് മൂപ്പര് പിന്നാലെ ഓടുക, മൂപ്പരെ കെട്ടിയിടുക, എന്തൊക്കെ ചെയ്തിട്ടുണ്ട് യശോദാമ്മ, എത്ര കഷ്ടപ്പെട്ടിട്ടുണ്ട്. അതേപോലെ തന്നെയാണ് നമ്മളുടെയും അവസ്ഥ. കണ്ണനെ കൊണ്ടെടുക്കുക എന്ന് പറഞ്ഞാൽ എളുപ്പമുള്ള കാര്യമല്ല. അതുകൊണ്ട് തന്നെ കൃഷ്ണഭക്തി എല്ലാവർക്കും കിട്ടില്ല. കാരണം കണ്ണനെ പ്രാർത്ഥിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ അങ്ങോട്ട് കണ്ണൻ താഴത്തോട്ട് എടുത്തിട്ട് നമ്മൾ നിലത്തോട്ട് എത്തിയില്ല എന്നുള്ളൊരു രീതിയിലാവുമ്പോൾ നമ്മളങ്ങോട്ട് ഉയർത്തും. അങ്ങനെയാണ് നമ്മളെ കൊണ്ട് നടക്കുക കണ്ണൻ. അത്രയും കുറുമ്പ് തന്നെയാണ്. കുറുമ്പെന്നു പറയണ്ട, നമ്മൾക്കത് ഭയങ്കര കുറുമ്പാണ്.
ഒന്നും അല്ലാണ്ടാക്കും. ഇനി എന്ത് എൻ്റെ ജീവിതത്തിൽ ഉണ്ടാവും? ഇനി എന്ത് കിട്ടാനാ? ഇനി എന്താണ്? ഒന്നുമില്ല, ഞാനൊന്നുമില്ല, എനിക്കൊന്നും ഇനി നേടാൻ പറ്റില്ല എന്ന് തോന്നിക്കുന്ന രീതിയിലോട്ട് എത്തിച്ച് നമ്മൾ ഒന്നുമല്ല എന്ന് നമ്മൾക്ക് തന്നെ തോന്നിപ്പിച്ചിട്ട് നമ്മളുടെ മനസ്സിലുള്ള ആ ഒരു ഞാനെന്നുള്ള അഹങ്കാരം എടുത്ത് മാറ്റിയിട്ട് നമ്മൾ അത്രയും മനസ്സങ്ങോട്ട് ശുദ്ധമാക്കും. കാരണം നമ്മൾക്ക് കയ്യിൽ നമ്മളുടെ എല്ലാ സുഖങ്ങളും ഉണ്ടാവുമ്പോൾ നമ്മൾക്ക് അഹങ്കാരം മനസ്സിലോട്ട് വരും. ആ സമയത്ത് നമ്മളുടെ മനസ്സും ശുദ്ധമായി എന്ന് വരില്ല. അപ്പോൾ മനസ്സുകൊണ്ട് ശുദ്ധമാക്കാൻ വേണ്ടിയിട്ട് നമ്മളുടെ എല്ലാ കർമ്മഫലങ്ങളും നമ്മൾ അനുഭവിച്ച് തീർക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അങ്ങോട്ട് ഒന്നും അല്ലാണ്ടാക്കും. അത് കഴിഞ്ഞിട്ടേ മൂപ്പര് നമ്മളെ രക്ഷിക്കുള്ളൂ. നമ്മൾ ശുദ്ധമായി, ഇനി പരിശുദ്ധമായി, ഇനി മതി എന്ന് തോന്നുന്ന സമയത്ത് ആ സമയത്ത് മാത്രമേ മൂപ്പര് നമ്മളെ രക്ഷിക്കുള്ളൂ. അതുകൊണ്ട് തന്നെ കൃഷ്ണഭക്തി കൊണ്ട് നടക്കുക എന്ന് പറഞ്ഞാൽ എളുപ്പമുള്ള കാര്യമല്ല. വേറെ പല ദൈവങ്ങളും ഇപ്പോൾ ചോദിച്ചാൽ അപ്പം തന്നെ തന്നെന്ന് വരും. കാരണം സൈഡിക്കരെ നിങ്ങൾ കർമ്മഫലങ്ങൾ അനുഭവിച്ചോളൂ, നിങ്ങൾ ചോദിക്കുന്നത് ഞങ്ങൾ തരാം എന്ന് പറയും. പക്ഷെ കണ്ണെന്ന് പറയുന്നത് അങ്ങനെയല്ല. നിങ്ങൾ അനുഭവിച്ച് തീർത്ത് കഴിഞ്ഞിട്ട് ഞാൻ തരുള്ളൂ എന്ന് പറയും. അതാണ് മൂപ്പര്. അതുകൊണ്ട് തന്നെ കൃഷ്ണഭക്തി എല്ലാവർക്കും കിട്ടുക എന്ന് പറഞ്ഞാൽ എളുപ്പമല്ല. കിട്ടിയവരും അത് കൊണ്ടു നടക്കുക എന്ന് പറഞ്ഞതും എളുപ്പമുള്ള കാര്യമല്ല. എല്ലാവരും കൊണ്ട് പറ്റിയെന്ന് വരില്ല. പലരും അതുകൊണ്ടാണ് കൃഷ്ണഭക്തി പകുതി വെച്ച് നിർത്തിയിട്ട് പോകുന്നത്. കാരണം അവരെ കൊണ്ട് പറ്റുന്നില്ല. പലരും അത് പകുതി വഴി വെച്ചിട്ട് നിർത്തി പോകും. മതി, എന്നെക്കൊണ്ട് വയ്യാന്ന് തോന്നുന്നു, കണ്ണനെ വിളിച്ചിട്ടൊരു കാര്യമില്ല എന്ന് പറയണവരുണ്ട്. അതെന്താ? കാരണം അവരെ കൊണ്ട് പറ്റുന്നില്ല. അതുകൊണ്ട് കൃഷ്ണഭക്തി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും എളുപ്പത്തിൽ കിട്ടില്ല. കിട്ടിയവർക്ക് അത് പെട്ടെന്ന് അതേപോലെ നല്ല രീതിയിൽ കൊണ്ടു നടക്കാൻ പറ്റിയെന്ന് വരില്ല. അപൂർവം ചിലരൊക്കെ അത് നല്ല രീതിയിൽ കൊണ്ടു നടക്കാൻ കണ്ണൻ എന്താണ്, കണ്ണൻ ആരാണെന്ന് മനസ്സിലാക്കി, കണ്ണൻ ഇതിങ്ങനെ എന്തിന് എന്നോട് ചെയ്യുന്നു എന്നൊക്കെ മനസ്സിലാക്കി കണ്ണനെ പുന്നാരിച്ച് കൊണ്ടു നടക്കാൻ അപൂർവം ചില ആൾക്കാർക്കേ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ നമ്മൾക്ക് ആ ഒരു ഭാഗ്യം കിട്ടിയിട്ടുണ്ടെങ്കിൽ അതൊരിക്കലും നഷ്ടപ്പെടുത്തരുത്. നമ്മളുടെ ഈ ജീവിതത്തിലുള്ള ഭൗതിക സുഖങ്ങൾക്ക് വേണ്ടിയിട്ടും നമ്മളുടെ മോശ സ്വഭാവങ്ങൾക്ക് വേണ്ടിയിട്ടും നമ്മൾ ഒരിക്കലും ആ ഒരു ഭാഗ്യം ഒരിക്കലും നഷ്ടപ്പെടുത്തരുത്. അതുകൊണ്ട് നമ്മൾക്ക് എപ്പോഴെങ്കിലും നമ്മുടെ കണ്ണനായിട്ട് അല്ലെങ്കിൽ നമ്മുടെ ഇഷ്ടദൈവങ്ങളായിട്ട് നമ്മൾക്ക് കണക്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ, നമ്മൾക്ക് ആ ഒരു ബന്ധം വന്നതെന്ന് നമ്മൾക്ക് മനസ്സിൽ തോന്നുന്ന സമയത്ത്, ആ കരയുന്ന സമയത്ത് നമ്മൾക്ക് തന്നെ തോന്നും, മതി ഈ ലോകത്തിലുള്ള വാസം, ഇനി അങ്ങോട്ട് പോകാം, ഇനി നിന്നെ മതി എനിക്ക് എന്ന് നമുക്ക് പലപ്പോഴും തോന്നും. അപ്പോൾ അങ്ങനത്തെ ഒരു ബന്ധം നമ്മളുടെ ഇഷ്ടദൈവത്തിനായിട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കലും അത് നഷ്ടപ്പെടുത്താണ്ട് നല്ല രീതിയിൽ കൊണ്ടു നടക്കണം എല്ലാവരും. അങ്ങനെയുള്ള ആൾക്കാർക്ക് എപ്പോൾ എന്തെങ്കിലും കണ്ണനെ കുറിച്ചുള്ള പ്രഭാഷണം കേൾക്കുമ്പോഴോ അല്ലെങ്കിൽ കണ്ണൻ്റെ എന്തെങ്കിലും കഥകൾ പറയുമ്പോഴോ അല്ലെങ്കിൽ കണ്ണൻ്റെ ഏതെങ്കിലും ഒരു നല്ലൊരു പാട്ട് കേൾക്കുമ്പോഴൊക്കെ നമ്മൾക്ക് കണ്ണിനിങ്ങനെ വെള്ളം വരും. കാരണം എന്താ? അവിടെയൊക്കെ നമ്മൾക്ക് ആ ഒരു ബന്ധം ഉണ്ടാവുന്നുണ്ട് കണ്ണിനായിട്ട്. നമ്മളുടെ ആത്മാവും ആ പരമാത്മാവും തമ്മിൽ ബന്ധം വരുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾക്ക് ആ സമയത്തൊക്കെ അങ്ങനെ കരച്ചിൽ വരുന്നത്. അപ്പോൾ ഇതെന്ന് പറയുന്നുണ്ടെങ്കിൽ ഈ ഒരു അവസ്ഥ എന്ന് പറയുന്നത് നമ്മളുടെ ഭാഗ്യമാണ്. കാരണം നമ്മുടെ ശരീരം ആ ദൈവത്തിനെ കണ്ടില്ല എന്നേ ഉള്ളൂ. പക്ഷെ നമ്മുടെ ആത്മാവ് ആ ദൈവത്തിനെ, ആ പരമാത്മാവിനെ കണ്ടു കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ടാണ് നമ്മൾക്ക് എപ്പോഴും നമ്മുടെ ഇഷ്ടദൈവത്തിൻ്റെ പാട്ട് കേൾക്കുമ്പോഴോ അല്ലെങ്കിൽ അവരുടെ കുറിച്ചുള്ള പ്രഭാഷണം കേൾക്കുമ്പോഴോ കഥകൾ കേൾക്കുമ്പോഴോ അല്ലെങ്കിൽ പ്രാർത്ഥിക്കുമ്പോഴോ നമ്മൾ ഇങ്ങനെ കരഞ്ഞു പോകുന്നത്, അല്ലെങ്കിൽ അമ്പലത്തിൽ പോകുമ്പോഴൊക്കെ നമ്മളിങ്ങനെ കരയുന്നത് ഇതുകൊണ്ടാണ്, ആ ഒരു ബന്ധം വന്നത് കൊണ്ടാണ്. അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു അവസ്ഥ നമ്മൾക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ നല്ല രീതിയിൽ കൊണ്ട് നടക്കുക. കാരണം നമ്മൾക്ക് എപ്പോഴും ആ ഒരു ബന്ധം വേണം. ഇപ്പോൾ ഒരു ബന്ധം വന്നു വിചാരിച്ചിട്ട് നമ്മൾ പിന്നെയും മോശമായ അവസ്ഥയിലോട്ട് പോകരുത്. ആ ഒരു ബന്ധം നമ്മൾക്ക് എന്നും വേണ്ടതാണ്. ഇങ്ങനെ ഒരു ബന്ധം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പിന്നെ നമ്മളെക്കുറിച്ചൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല. ബാക്കിയെല്ലാം നമ്മുടെ ഇഷ്ടദൈവം നോക്കിക്കോളും, അല്ലെങ്കിൽ നമ്മുടെ കണ്ണൻ നോക്കിക്കോളും. അപ്പോൾ എൻ്റെ ഗോപികോപന്മാർക്ക് ആർക്കൊക്കെ ഇങ്ങനെയുള്ള നല്ലൊരു അനുഭവം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇനി അടുത്ത പ്രാവശ്യം കാണുന്നവരെ രാധേ കൃഷ്ണ.